ദൈവം ഒരു കുടുംബത്തെ ഒരു മിഷൻ സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ളത് അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനിങ് ആണ്. ശരിക്കും നമുക്ക് അറിയില്ലല്ലോ എന്താണ് മിഷൻ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എനിക്ക് തോന്നിയ ഒരു സംഗതി, ഭാഷയ്ക്ക് അപ്പുറത്ത് ഈശോ സുവിശേഷം പറയാൻ ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു ദൈവാനുഭവമാണ്. ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ സമ്മർ സീസണാണ്, പക്ഷെ നമ്മൾ 4 ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലാണ് അവിടെ കിടക്കുന്നത്, എന്നാലും തണുപ്പാണ്. ഞങ്ങൾ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെ നടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ പറ്റി. നടക്കുമ്പോ റോഡ് അത്ര വലുതായിട്ടില്ല, കുണ്ടുകളൊക്കെ ഉണ്ട്, എന്നാലും എനിക്ക് അതിലൂടെ ഒരു ബുദ്ധിമുട്ടും തോന്നാതെ നടക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കർത്താവിന് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകേണ്ടവരാണ്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമുക്കറിയാം, അപ്പനും അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ച് കുടുംബമായി മിഷൻ മേഖലകളിലേക്ക് കടന്നു ചെല്ലുകയും ഈശോയെക്കുറിച്ച് പറയുകയും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒത്തിരി കഥകൾ, ഒത്തിരി ജീവിതാനുഭവങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ കണ്ടു കഴിഞ്ഞു. ഒരുപാട് കുടുംബങ്ങളാണ് തങ്ങൾക്കും മിഷൻ മേഖലകളിലേക്ക് പോകണം, തങ്ങളറിഞ്ഞ ഈശോയെ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങാൻ തുടങ്ങിയിട്ടുള്ളത്. ധാരാളം പേര് മാസങ്ങളോളം പ്രാർത്ഥിച്ചൊരുങ്ങി മിഷൻ മേഖലകളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമൊക്കെ സഭയുടെ വലിയ ഉണർവിനും വലിയ ശാക്തീകരണത്തിനും ഒക്കെ വഴിവെക്കുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ വടക്കാഞ്ചേരി ഇടവകയിലുള്ള ലിജോ രമ്യ ദമ്പതികളുടെ കുടുംബത്തിലാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. സ്വാഗതം. ഒന്ന് പരിചയപ്പെടുത്തി രണ്ടുപേരും എന്തൊക്കെ ചെയ്യുന്നു, ഒപ്പം മകളുടെ വിശേഷങ്ങളും പറഞ്ഞ് നമുക്ക് തുടങ്ങാം. പേര് ലിജോ, വടക്കാഞ്ചേരിയിലാണ് വീട്. ഞാനൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു. ഒപ്പം മോള് അദീന റോസ്, വൈഫ് രമ്യ. ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ടോ? ചേച്ചി വർക്ക് ചെയ്തിരുന്നു, ഇപ്പോൾ രമ്യ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു മിഷൻ യാത്രകളിലേക്കൊക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യം? ശരിക്കും ഇതൊരു ദൈവാനുഭവത്തിൻ്റെ പുറത്താണ് ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആദ്യം ഈശോയുമായിട്ടുള്ള ആ ഒരു എൻകൗണ്ടർ എങ്ങനെയാണ്? ഞാനൊരു യൂത്ത് കാലഘട്ടത്തിൽ ഒരു 4 മിഷൻ യാത്രയൊക്കെ പോയിട്ടുണ്ട്. ഒന്ന് വിജയവാഡ, ഗുണ്ടൂര്, പിന്നെ ഒരു വിജയവാഡയിൽ തന്നെ മറ്റു 2 സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഒരു ഷിമോഹ ഒരു മിഷൻ യാത്രയായിരുന്നു. അത് യൂത്തായിരുന്നു, യൂത്തിൻ്റെ കൂടെയുള്ള യാത്രയായിരുന്നു. അത് ഒത്തിരി ദൈവാനുഭവം ഞങ്ങൾക്ക് യൂത്ത് കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊരു ജീസസ് യൂത്തിൻ്റെ ഒരു സോണൽ കൗൺസിൽ ടീമൊക്കെ ഉള്ളപ്പോൾ ആ ഒരു ബന്ധത്തിൽ ശരിക്ക് അങ്ങനെ ഒരു യാത്ര പോകുമ്പോഴുണ്ടാകുന്ന ഒരു ഉള്ളിലുണ്ടായ ഒരു ഫീല്, കാരണം അത് ഒത്തിരി ദൈവാനുഭവത്തിലൂടെ അങ്ങനെ യാത്ര ആഗ്രഹിച്ചുള്ള ഒരു യാത്രയാണ് ചെയ്തത്. പിന്നീട് ഞാൻ വിവാഹം കഴിഞ്ഞു, ജീസസ് യൂത്തിലൂടെ തന്നെ കടന്നു പോകുന്നു. രമ്യയും ജീസസ് യൂത്ത് ആയിട്ടുള്ള കണക്ഷനിലൂടെ വന്നു. ഞങ്ങളൊരു ഫാമിലി മിനിസ്ട്രിയുടെ ഭാഗമായി, ഫാമിലി ടീം മെമ്പറായി. അത് കഴിഞ്ഞ് തൃശ്ശൂരിൻ്റെ ഫാമിലി കോർഡിനേറ്റിംഗ് ഫാമിലിയായി യാത്ര ചെയ്തു. ആ ഒരു ടൈമിലാണ് ഞങ്ങളൊരു ഓറിയൻറ്റേഷൻ, മിഷൻ ഓറിയൻറ്റേഷൻ ഓൾ കേരള ചെയ്യുന്നത്. അപ്പോൾ സോണൽ ടീം മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഭാഗമായി മിഷൻ. പക്ഷെ അതിൽ ചില കാര്യങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് ചിന്തിപ്പിക്കാൻ, ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കാൻ ഞങ്ങളെ സമയമെടുത്തു. കാരണം നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്നു, നമ്മൾ എന്താണ് ചെയ്യണത്, നമുക്ക് ഈശോയെക്കുറിച്ച് പറയേണ്ടതില്ലേ ഈ ഒരു കാലഘട്ടത്തിൽ. അങ്ങനെയൊക്കെയായിരുന്നു. ആ ഒരു 3 ദിവസത്തെ ഒരു ഓറിയൻറ്റേഷൻ ആയിരുന്നു. മിഷൻ എങ്ങനെയാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുകയെന്ന് അതിലുള്ളൊരു വിളിയായിരുന്നു. ശരിക്ക് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് ഒരു ഡിസൈൻമെൻറ്റ് ചെയ്തു, ഒരു ഉറപ്പിച്ചു, ഈശോയെ ഞങ്ങൾ ഒരു മിഷൻ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നു, ഞാനും എൻ്റെ ജീവിത പങ്കാളിയും. അപ്പോൾ മോളും ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങനെ ഒരു ദിവ്യകാരുണ്യത്തിന് അടുത്തിരുന്ന് ഈശോയെ ശരിക്കും ഞങ്ങൾക്ക് ആ ഒരു ഓറിയൻറ്റേഷനിൽ ഒപ്പിട്ട് കൊടുക്കണം. നമ്മൾ ഡേറ്റ് ഇടണം, നമ്മൾ മിഷൻ പോകുന്ന ഡേറ്റ് ഇടണം, നമ്മൾ ഒപ്പിട്ടിട്ട് നമ്മൾ ആ കടലാസ് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് ഈശോയുടെ മുന്നിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈശോ അറിഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയായിരുന്നു. ഈശോയ്ക്ക് വാക്ക് കൊടുക്കുന്ന പോലെയായിരുന്നു. ഒപ്പം അതുപോലെ തന്നെ അത് അതിൻ്റെ പ്ലേസൊക്കെ തരുന്നത് സെൻട്രൽ ടീമാണ്, നാഷണൽ ടീമോ ആയിട്ടുമാണ്. നമ്മൾ അത് കൊടുത്തു, നമ്മൾ പോന്നു. നമ്മൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. ശരിക്ക് ഒരു 3 മാസം കണ്ടിന്യൂ പ്രാർത്ഥിച്ചു, ഈശോയുടെ ആഗ്രഹം മാത്രം സംഭവിക്കാൻ വേണ്ടി. ഈശോ പറയുന്ന ഏത് സ്ഥലത്തേക്കും ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. പക്ഷെ അങ്ങനെയാണ് നാഷണൽ ടീം ഞങ്ങൾക്ക് ഒരു പ്ലേസ് തരുന്നതും ഞങ്ങൾ അങ്ങോട്ടുള്ള ഒരു യാത്ര ചെയ്യുന്നതും.
രമ്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൽ പറയാനുള്ളത്? ഈ ഒരു ആലോചനകളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടാവും. പ്രത്യേകിച്ച് അമ്മമാരെ അല്ലെങ്കിൽ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ചൊക്കെ ചിന്തകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ മിഷൻ യാത്രകൾ നമുക്കും സാധിക്കും അല്ലെങ്കിൽ നമുക്കും പോകണം എന്നൊക്കെ തോന്നാൻ അതിന്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് ആ സമയത്ത് ചിന്തിച്ചിരുന്നത്? ശരിക്കും ചേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ജീസസ് യൂത്ത് ഫാമിലി മിനിസ്ട്രിയിൽ ഉള്ളവരാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മൾ ജീസസ് യൂത്തുമായിട്ടുള്ള ആ ഒരു പരിചയവും ആ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒന്നിച്ചു പോകുമ്പോൾ ഉള്ള ഒരു ദൈവത്തിൻ്റെ ഒരു ഇടപെടലും അതുവഴി നമുക്ക് കിട്ടുന്ന ഒരു സൗഖ്യവും ഒരു സമാധാനവും കുടുംബജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന അതാണെന്നൊക്കെ ഉള്ളൊരു തിരിച്ചറിവുമൊക്കെ എനിക്ക് കിട്ടിയത് ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ജീസസ് യൂത്തിൻ്റെ 6 പില്ലേഴ്സ്, അതായത് പ്രാർത്ഥന, വചനം വായന, കൂദാശകളോടുള്ള നമ്മുടെ ഒരു തുറവി, ഫെലോഷിപ്പ്, അതിൽ തന്നെ ഉള്ളതാണ് ഈ ഇവാഞ്ചലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അനുഭവിച്ച ഈശോയെ പകർന്നു കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് കിട്ടിയത് ജീസസ് യൂത്തിൽ ഇവിടെ പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് നിന്നതുകൊണ്ട് ലഭിച്ചതാണ്. അങ്ങനെയാണ് മിഷന് ഞങ്ങൾ പോകേണ്ടവരാണെന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്ക് വന്നത്. കേരളം വിട്ടുള്ള ഒരു മിഷൻ യാത്രയുടെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? എവിടേക്കാണ് പോയത്? എത്ര നാൾ നമുക്ക് അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചു? അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞങ്ങൾ ശരിക്കൊരു നോർത്തിലേക്കാണ് ഞങ്ങളൊരു യാത്ര. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കൊരു സെൻട്രൽ ടീം പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകുക എന്നുള്ളത്. നമ്മളൊരു പ്ലാൻ ചെയ്ത് നമുക്ക് സുഖമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുക അങ്ങനെയൊന്നുമില്ല. സെൻട്രൽ ടീം പ്രാർത്ഥിച്ച് അവിടെ ഒരു സ്ഥലം തരുന്നു, ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറാണ്. അപ്പം അങ്ങനത്തെ ഒരു യാത്രയായിരുന്നു. ശരിക്കൊരു 3 ദിവസത്തെ യാത്ര ഞങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റിലേക്കുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ്, ഞാനും രമ്യയും മോളും കൂടി യാത്ര ചെയ്തു. എനിക്ക് തോന്നിയ ഒരു സംഗതി, ഭാഷയ്ക്കപ്പുറത്ത് ഈശോ സുവിശേഷം പറയാൻ ഞങ്ങളെ ഉപയോഗിച്ചു എന്നുള്ളത് ഭയങ്കര ഒരു ദൈവാനുഭവമാണ്. ഭാഷയൊന്നും ഒരു പ്രശ്നമല്ല എന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ആ ഒരു യാത്രയിൽ. എനിക്ക് തോന്നി ഞങ്ങളുടെ യാത്ര ശരിക്കും അന്ന് സ്റ്റാർട്ടിംഗ് ഒക്കെയാണ് മിഷൻ ഒരു യാത്ര പോകുന്നത്. ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ശരിക്കും വലിയൊരു ഡെവലപ്പൊന്നും ഇല്ല അവിടെ. ആര് ഞങ്ങളെ കാണും, ആര് ഞങ്ങളെ കൊണ്ടുപോകുന്നില്ല. ഞങ്ങൾ ചെന്നു, പക്ഷേ ദൈവം അതൊരു പ്ലാൻ ചെയ്ത് ഒരു നാഷണൽ ടീമിലെ ഒരാളെ നിർത്തി അവരുടെ സ്വന്തം കാറിൽ ഞങ്ങളെ അപ്പുറത്ത് ഞങ്ങൾ ശരിക്കും 8 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങൾ ശുശ്രൂഷ ചെയ്യേണ്ട സ്ഥലത്ത് എത്തുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വലിയ ദൈവാനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നി. ചേച്ചിക്ക് എന്താണ് അവിടുത്തെ ഒരു യാത്രയും അവിടുത്തെ ജീവിതാനുഭവങ്ങളും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സാഹചര്യങ്ങളായിരിക്കും, ആളുകളും ഭാഷയും എല്ലാം. അപ്പം എങ്ങനെ അവിടെ നമുക്ക് ഈ ഇത്രയും ദിവസം പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റും? ശരിക്കും നമുക്ക് അറിയില്ലല്ലോ എന്താണ് മിഷൻ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. പക്ഷേ ദൈവമാണ് അവിടെ ഇടപെട്ടതൊക്കെ. അവിടുത്തെ ഭക്ഷണമൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയാമായിരുന്നു. അത് നമുക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു ഭക്ഷണമാണ്. അതായത് മസാലയൊന്നും അവരധികം ഉപയോഗിക്കത്തില്ല. ഇലവർഗ്ഗങ്ങൾ പുഴുങ്ങി അതേപോലെ തരികയാണ് ചെയ്യുന്നത്. പിന്നെ 2 നേരം മാത്രമാണ് ഭക്ഷണം ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിക്കാനായിട്ട് ഈ യാത്രയിലാണ് ഞങ്ങളെ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി. അപ്പോൾ അവർ കുറേ കറികളൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല. ഒരു രസവും ഒരു ചോറും മാത്രമാണ് നമുക്ക് കഴിക്കാനൊന്ന് പറ്റിയത്. പിന്നെ മോക്ക് ആ യാത്രയിൽ ഒരു ചെറിയ ഛർദി പോലെ വന്ന്, അപ്പോൾ ഒക്കെ എനിക്കൊരു ആകുലതയുണ്ടായിരുന്നു ഇതെന്താവും എന്നുള്ളത്. പക്ഷേ ദൈവമാണ് അവിടെ ഇടപെട്ടതും. നമുക്ക് ഒട്ടും ഭയങ്കര തണുപ്പാണ് അവിടെ. ഞങ്ങൾ ചെല്ലുമ്പോൾ അവരുടെ സമ്മർ സീസണാണ്, പക്ഷേ നമ്മൾ 4 ബ്ലാങ്കറ്റിൻ്റെ ഉള്ളിലാണ് അവിടെ കിടക്കുന്നത്. എന്നാലും തണുപ്പാണ്. അത്രയ്ക്കും വലിയ അങ്ങനെ മഴയും മഞ്ഞും വെയിലും ഒക്കെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു അവിടുത്തത്. അപ്പോൾ ഞങ്ങൾ ശരിക്കും എന്താ പറയുക, കാൽനടയായിട്ട് ദൈവം ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി. നമുക്ക് അങ്ങനെ റോഡുകളുടെ സൗകര്യക്കുറവുണ്ട്, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളാണ്. ജീപ്പിലോ അല്ലെങ്കിൽ ട്രക്ക് അങ്ങനെ ഒക്കെ ഉള്ള യാത്രകളാണ്. നമ്മളൊക്കെ ഒട്ടും സുഖകരമല്ലാത്ത യാത്രയാണ്. ഇവിടെയൊക്കെ ദൈവമാണ് നമ്മളെ പരിപാലിച്ചതും കൊണ്ടു നടന്നതും. മോക്ക് ഒരസുഖം പോലും ഉണ്ടാകാതെ ഞങ്ങളെ കാത്ത് പരിപാലിച്ചു. ഓക്കെ. അപ്പം നമ്മൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ അവരുടെ ഒരു പ്രതികരണം, അവരെങ്ങനെയാണ് നമ്മളെ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ അവിടെ പറയുന്ന കാര്യങ്ങൾ അവർ സ്വീകരിക്കാനും ഒക്കെ തമ്പുരാൻ്റെ
ഒരു സാന്നിധ്യവും നമ്മളെ അയച്ചതും നയിക്കുന്നതും ഒക്കെ ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഇടപെടലും ഒരു അടയാളങ്ങളും ഒക്കെ എങ്ങനെയാണ് അനുഭവപ്പെടുന്നത്? എനിക്ക് തോന്നിയ വലിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു മിഷൻ ഇറങ്ങി യാത്ര ചെയ്യുമ്പോൾ പിന്നെ നമ്മളല്ല ആ യാത്ര ചെയ്യുന്നത്, പരിശുദ്ധാത്മാവാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിലെനിക്ക് ഒരു വിട്ടുവീഴ്ച എനിക്കില്ല. കാരണം പരിശുദ്ധാത്മാവ്, എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പിന്നെയുള്ള യാത്രകളൊക്കെ പരിശുദ്ധാത്മാവാണ്, എല്ലാം ക്രമീകരിച്ചത് പരിശുദ്ധാത്മാവാണ്. നമ്മളവിടെ ആവശ്യമുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. ഈശോയെക്കുറിച്ച് പറയാൻ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു കുടുംബം അവരുടെ ജീവിത അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും അവരെ കേൾക്കാൻ ഒരുപാട് മനുഷ്യരുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്ക് ശരിക്കും ഒരു സെക്കൻഡ് പോലും ഞങ്ങൾ വെറുതെ ഇരുത്തിയിട്ടില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത്ര ടയേർഡായിട്ടും അവർ അപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതൊരു ആവശ്യമുള്ള കാര്യമാണെന്ന്. ശരിക്കും മോള് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാണ്, നടക്കുകയാണ്. കാരണം കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ഓരോ കുന്നും മലയും കയറി വീടുകൾ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് തുടങ്ങുന്നത്. കാരണം ആവശ്യക്കാരുണ്ട് കർത്താവിനെ കുറിച്ച് പറയാൻ. അവരുടെ കുടുംബം, അവരുടെ ഒരു പ്രയർ ലൈഫൊക്കെ വളരെ ഡിസോർഡറാണ്, വളരെ വ്യത്യാസമാണ്. അപ്പം അതൊക്കെ ഒരു ടൈം ടേബിളിലേക്ക് എത്തിക്കാൻ ശരിക്കും നമുക്ക് പറ്റും. അതിന് ദൈവം നമ്മളെ, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എനിക്ക് ഈ ഭക്ഷണത്തെ, ഞങ്ങൾ ഈ ഫുഡിനെ കുറിച്ചൊക്കെ എനിക്ക് കൂട്ടിച്ചേർക്കാൻ എനിക്ക് തോന്നിയ ഒരു കാര്യം, എങ്ങനെ ഫുഡ് കഴിക്കുന്നൊക്കെ ചിന്തിച്ചതാണ്. പക്ഷെ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ തരുന്ന ഏത് ഭക്ഷണവും ഞങ്ങൾ കഴിച്ചു തുടങ്ങി. അവർ തരുന്ന ഏത് ഭക്ഷണവും, കാരണം അവരെന്ത് തരുന്നോ അത് കഴിക്കണം. അവർക്ക് സന്തോഷമാണത്, നമുക്കത് നോ പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ തരുന്ന ഏത് ഭക്ഷണവും ഞങ്ങൾ 3-ാമത്തെ ദിവസം തൊട്ട് ഞാനും രമ്യയും ഭംഗിയായിട്ട് കഴിച്ചു തുടങ്ങി. അതൊരു ദൈവാനുഭവം തന്നെയാണ്, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സംഗതിയായിരുന്നു. ഒപ്പം നമ്മൾക്ക് ആവശ്യക്കാർ, കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് മക്കളെയൊക്കെ കൊണ്ടുവരുമ്പോൾ, അതൊക്കെ അവിടെയുള്ളവരുടെ ഉള്ളിൽ ഒരു ഭയങ്കരതാണ്. അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ മണിക്കൂറോളം വീടുകളിലൊക്കെ ഇരുന്ന് ഈശോയുടെ വചനം പറഞ്ഞിട്ടുണ്ട്, അവരെ കേട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ഇത്രയും ദിവസങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോൾ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള ചില മാനസാന്തരങ്ങളിലൂടെ പോയിട്ടുണ്ടാവും, രോഗസൗഖ്യങ്ങളുടെ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം ഷാരോൺ TV പ്രേക്ഷകരോട് പറയാൻ പറ്റിയ, വളരെ ചുരുക്കി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ചില ഓർമ്മകളൊന്ന് പറയാം. ഞങ്ങളൊരു വലിയൊരു വീട്ടിൽ, സമ്പന്നരാണ് അവർ, പക്ഷെ അവരുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങളില്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ടർക്കിയിൽ ഒരു കുഞ്ഞിനെ കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ചേച്ചിയുടെ ടീച്ചറാണ്, ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അങ്ങനെ ഞങ്ങൾ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഒരു കുഞ്ഞിനെ കാണിച്ചു തരാം. 8 വർഷമായിട്ട് മക്കളില്ല അവർക്ക്. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രയർ കഴിഞ്ഞ് ഒരു കൊച്ചിനെ കാണിച്ചു തരുന്നു. ചേച്ചിയോട്, ആ ടീച്ചറോട് പറഞ്ഞത് എങ്ങനെയാണ്, ടീച്ചർ കുമ്പസാരിച്ച് ഈശോയെ സ്വീകരിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളൊക്കെ. തിരിച്ച് ഞങ്ങൾ ഇവിടെ നാട്ടിലെത്തി 4 മാസം കഴിഞ്ഞപ്പോൾ ആ ടീച്ചർ പ്രഗ്നൻ്റ് ആണ്. എന്നിട്ട് ഞങ്ങളോട് അവർ ഡെലിവറി കഴിഞ്ഞ് മാമോദീസായ്ക്ക് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ഇട്ട് തരാമെന്ന് പറഞ്ഞൊരു കുടുംബമാണ്. ദൈവം നമ്മളിലൂടെ ചെയ്യുന്ന, കാരണം ഈശോയ്ക്ക് നമ്മുടെ കൈയും കാലുകളും ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയുടേതായി മാറണം. അതുപോലെ തന്നെ എനിക്ക് തോന്നി ഒരു വയറ്റിലൊരു മുഴയായിട്ട് പ്രഗ്നൻസി അല്ല അവർ. അപ്പം നമ്മൾ ഓൾറെഡി നമ്മളുടെ കയ്യിൽ ഒരു കുരിശുണ്ട്, ആ കുരിശ് കൊടുത്തവരെ നിങ്ങളവിടെ വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് തരണം എന്ന് പറഞ്ഞു. റിസൾട്ട് അതൊരു വലിയ പോസിറ്റീവാണ്, മുഴയില്ല, ഒരു ഏറ്റവും മനോഹരമായിട്ട്, അങ്ങനെ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവം ഇടപെടുന്ന പല കാര്യങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അനവധി കുടുംബങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്കൂടി നിൽക്കുന്നു, അവരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കാൻ, അങ്ങനെ കുറേ കാര്യങ്ങളിൽ. കാരണം ഞങ്ങൾ പോകുന്ന ഒരു വലിയൊരു സമയങ്ങളിലൊക്കെ ഞങ്ങൾ കുടുംബങ്ങൾ തന്നെയാണ്. രമ്യക്ക് ഇതിനേക്കാൾ കൂടുതൽ ലേഡീസിൻ്റെ അടുത്തൊക്കെ രമ്യയാണ് സംസാരിക്കുന്നത്. കാരണം രമ്യ അത് വളരെ മനോഹരമായിട്ട് അവരെ കുറേ കേട്ടിട്ടുണ്ട്. അതായത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. ശരിക്കും ചേട്ടൻ പറഞ്ഞതുപോലെ ഒത്തിരി രോഗസൗഖ്യങ്ങൾ അവിടെ സംഭവിച്ച്, പിന്നെ ഞങ്ങൾ പോയത് നോർത്ത് ഈസ്റ്റിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെയധികം ഒത്തിരി യുവജനങ്ങൾ ഉള്ള ഒരു നാടാണ്.
അവർക്ക് വർഷത്തിൽ 1-2 ദിവസങ്ങളിൽ മാത്രമാണ് വിശുദ്ധ കുർബാന കിട്ടുന്നത്. അങ്ങനെ അത്രയ്ക്കും കുർബാന കിട്ടുന്നതൊക്കെ വളരെ പരിമിതമായ സമയങ്ങളിലായതുകൊണ്ട് തന്നെ അവർ ആത്മീയ ദാരിദ്ര്യം ഒത്തിരി അനുഭവിക്കുന്ന ഒരു ജനതയാണ്. മാത്രമല്ല യുവജനങ്ങൾക്ക് അവിടെ ജോലിയില്ല. അവർ കൂടുതൽ സമയവും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാർ ഒരു പണിയും ഇല്ലാതെ ഒരു ജോലിക്കും പോകാതെ അവരിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്. പിന്നെ അവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് കൃഷിയാണ്. അതിൽ കവിഞ്ഞിട്ട് ഒത്തിരി വലിയ വ്യവസായശാലകളൊന്നും ഉള്ള സ്ഥലമല്ല, സാധ്യതകളും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ പൈസ കാണത്തില്ല. പക്ഷേ അവരുടെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രഗ്സ് അത് ഭയങ്കരമായിട്ട് അവർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ, അതായത് 30-35 വയസ്സിനപ്പുറവും ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ വിവാഹം കഴിക്കണം, കുടുംബമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ ചിരിച്ച് തള്ളുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഒരു ജീവിതം തുടങ്ങാനുള്ളൊരു ജീവിത മാർഗം അവരുടെ മുമ്പിലില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുന്ന ഒരു സമയത്ത് നമ്മൾ എത്രമാത്രം സമ്പന്നതയിലാണ് നമ്മുടെ ഈ ഒരു കേരളം എന്ന നാട്ടിൽ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു എനിക്ക് വന്നത്. ഒപ്പം തന്നെ വിളവധികം വേലക്കാരോ ചുരുക്കം എന്നുള്ളത്. കാരണം ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ അച്ഛന്മാർ ഒക്കെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമായ ചെറിയ ചെറിയ ഷെഡുകളിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്നത് ഒരു സ്ഥലത്തെ അച്ഛൻ പറയുമായിരുന്നു, അതായത് നമ്മൾ ഒരു ഫാമിലി വന്നത് അവർക്ക് നല്ലതായി. കാരണം അച്ഛൻ തന്നെ പറഞ്ഞ് ഞങ്ങളെ കുറേ സ്ഥലങ്ങളിലേക്ക് വിടുകയും അവിടെയൊക്കെ ഈശോയുടെ ഒരു സന്തോഷവും ഒക്കെ പങ്കുവയ്ക്കാനായിട്ട് ഞങ്ങൾക്കിടയായി. ഒപ്പം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലെ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള മുഹൂർത്തങ്ങളും, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന, ഉത്തരം തരുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടിയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വളരെ സ്പർശിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ വളരെ മനസ്സിന് തങ്ങി നിൽക്കുന്ന അനുഭവങ്ങളെന്ന് പറയാം. ഞങ്ങൾക്ക് തോന്നിയ ഞങ്ങളുടെ രമ്യയുടെ ജീവിതത്തിലൊരു കാര്യം, കാരണം രമ്യയ്ക്കൊരു കാലിൻ്റെ അടിയിൽ വളരെ ഒരു പുഴുക്കേട് പോലൊരു അസുഖമാണ്. കാലിൻ്റെ അടി മൊത്തം പഴുത്ത് നടക്കാൻ പറ്റില്ല. ഇവിടെ നമ്മൾ സ്ഥിരം നമ്മളെ 4-5 ഇംഗ്ലീഷും ആയുർവേദം ഒക്കെ കാണിച്ചു. ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ മണിപ്പൂരിലേക്കുള്ള യാത്ര. പക്ഷെ ഞങ്ങൾ ആ ഒരു യാത്രയിൽ രമ്യക്കുണ്ടായൊരു മിറാക്കിൾ, അത് രമ്യ പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. അത് രമ്യ പറയണം. ഞങ്ങൾ അത്ര അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ അത്ര അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നി രമ്യ അതൊന്നും പറയും. അത് ശരിക്കും സൗഖ്യദായകനായ ഈശോയുടെ ഒരു സൗഖ്യം അനുഭവിച്ച ഒരു സമയം കൂടിയായിരുന്നു ആ ഒരു മിഷൻ യാത്ര എന്ന് പറയുന്നത്. ആ മിഷൻ യാത്ര ഞങ്ങൾ ചെയ്യുന്നത് 2022-ലാണ്. അപ്പോൾ അതിന് ഒരു 2 വർഷം മുമ്പേ തന്നെ എൻ്റെ ഈ മുട്ടിന് താഴേക്കുള്ള ഭാഗം, കാല് രണ്ടും ചൊറിഞ്ഞ് പൊട്ടുന്ന ഒരു അസുഖമായിരുന്നു. അതിന് ഇംഗ്ലീഷ് മരുന്ന്, അലോപ്പതി മരുന്ന് അത് കാണിച്ചു. അത് കഴിഞ്ഞ് ആയുർവേദം കഴിച്ചു. പിന്നെ ഏറ്റവും ഒടുവിൽ ഹോമിയോ ചികിത്സ നടത്തി. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ അത് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം സൗഖ്യം കിട്ടും. പിന്നെയും വരും. അങ്ങനെയായിരുന്നു, വീണ്ടും വരും. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ അതും വെച്ചിട്ടാണ്, മരുന്നും കൊണ്ടാണ് ഞാൻ പോകുന്നത്, മിഷൻ യാത്രയ്ക്ക് പോകുന്നത്. ഈ ഹോമിയോ മരുന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ ഹോമിയോ ഡോക്ടർ പറഞ്ഞിരുന്നു, അതായത് ഭക്ഷണത്തിൽ കോഫി കഴിക്കരുത്, കാപ്പി കുടിക്കരുതെന്ന് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. അത് പ്രത്യേകം നിങ്ങൾ ഓർമ്മയിൽ വെച്ചേക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട്, പക്ഷേ നമ്മൾ ചെന്ന സ്ഥലത്ത് ഈ ഏതെങ്കിലും ഒരു വീട്ടിൽ ഈ കോഫി തരും. അപ്പം നമുക്ക് അവർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വേണ്ടാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് തന്ന ഒരു ഇൻസ്ട്രക്ഷൻ. അങ്ങനെയായിരുന്നു, എവിടെ നിന്ന് എന്ത് കഴിക്കാലും അതെ കഴിക്കുക എന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ മരുന്ന് കഴിക്കാൻ പറ്റിയില്ല. ഞാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത്. പിന്നെ എനിക്ക് ഈ ഒരു ചൊറിച്ചിലിൻ്റെ അസുഖമൊന്നും ആ നാട്ടിലായിരിക്കുമ്പോൾ വന്നതുമില്ല, എന്നെ അധികം ബുദ്ധിമുട്ടിച്ചതും ഇല്ലായിരുന്നു ഈ എൻ്റെ രോഗത്തിൻ്റെ പീഡ. തിരിച്ച് ഞങ്ങൾ നാട്ടിൽ വന്നപ്പോഴാണ്, നമ്മൾ സുവിശേഷത്തിൽ തന്നെ പറയുന്നില്ലേ, അതായത് ഈശോ കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി അവർ പോകും വഴിയാണ് കുഷ്ഠരോഗി സൗഖ്യം പ്രാപിക്കുന്നത്. അതുപോലെ ഒരു അനുഭവമായിരുന്നു എനിക്ക്. അതായത് അവിടുന്ന് തിരിച്ചു വന്നതോടുകൂടി എനിക്ക് ആ രോഗം പരിപൂർണമായിട്ടും ഭേദമായി. പിന്നെ ആ ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല. തമ്പുരാൻ ശരിക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും
ആ ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും കൂടുതൽ ഉറക്കുകയാണ്, നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുകയാണ്. തീർച്ചയായിട്ടും. ഒപ്പം മകളുടെ ജനനവുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു വലിയ ദൈവാനുഭവത്തിന്റെ ഒരു പശ്ചാത്തലം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ശരിക്കും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് മകളുണ്ടാവുന്നത്. ശരിക്കും കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഒരുങ്ങിയിരുന്നു. ഞങ്ങൾ ഈശോയോടൊപ്പം കുർബാനകൾക്കും ആരാധനകൾക്കൊക്കെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. മോള് പ്രഗ്നൻസി ആയിരിക്കുമ്പോഴാണ് ഈ ഒരു ഭവനം ഞങ്ങൾ പണിയുന്നത്. കരുതലുള്ള ദൈവത്തെ കണ്ടത് ശരിക്കും ഞങ്ങൾ ഈ ഒരു ഭവനം പണിയുമ്പോഴാണ്. അത് ശരിക്കൊരു മോളുടെ ജനനത്തിനോടുള്ള തുടർന്ന സമയമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങളെല്ലാ ജീസസ് യൂത്ത് എല്ലാ പ്രോഗ്രാമുകൾക്കും കൊച്ചിനെ ഞങ്ങൾ കൊണ്ടുപോകും, ബുദ്ധിമുട്ടായാലും. ഇപ്പം ഞങ്ങൾ പോകുന്ന ഒരു വർഷത്തിൽ ഇവള് ശരിക്കും 2ാം ക്ലാസ് 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങളൊരു മിഷൻ യാത്ര ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു കാരണം ഒരിക്കലും പരാതി പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് വയ്യ അങ്ങനെ ഞങ്ങളുടെ കൂടെ നടന്ന് കൊന്ത ചൊല്ലി നടക്കുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും രമ്യയുടെ അടുത്തൊക്കെ പറയാണ്ട്, രമ്യ അതിനെ കുറേ സമയമായി നടക്കണം, പക്ഷേ ഞങ്ങൾ അങ്ങനെ നോക്കാറില്ല. അവളിങ്ങനെ നടന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ കൂടെ നടക്കുന്നു. അങ്ങനത്തെ ഒരു ഫീല് ശരിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു അദീനെ തന്നെ അദീനയുടെ ഒരു അനുഭവം കൂട്ടിച്ചേർക്കാൻ പറ്റുകയാണെങ്കിൽ. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു മോളുടെ അവിടുത്തെ പോയപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടോ ക്ഷീണോ ഒക്കെ തോന്നിയിരുന്നോ? അത് ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും ദൈവത്തിന്റെ കൂടെ നടക്കാൻ പറ്റിയെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നടക്കുമ്പോ റോഡ് അത്ര വലുതായിട്ടില്ല, കുണ്ടുകളൊക്കെ ഉണ്ട്. എന്നാലും എനിക്ക് അതിലൂടെ ഒരു ബുദ്ധിമുട്ടും തോന്നാതെ നടക്കാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും തോന്നാതെയും അസുഖങ്ങളും ഒന്നും വരാതെയും ദൈവം കാത്തു എന്നുണ്ട്. ഇങ്ങനെ കുറെ നടക്കുമ്പം ഇനി മതി, ഇനി തിരിച്ചു പോവാം, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു? അത് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ആ പ്രദേശം കാണാൻ ഉള്ളില് എന്തൊരു ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ അവിടുത്തെ ഫാമിലികളെ പോലെ അവിടെയും കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ചിലപ്പോ ചില കുട്ടികൾക്ക് തീരെ ഭക്ഷണം കിട്ടുന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു പ്രദേശം കൂടി ആയിരുന്നു. പിന്നെ അവരുടെ മുഖം കാണുമ്പോൾ നമുക്ക് നിഷ്കളങ്കമായിട്ട് തോന്നും. പക്ഷെ എന്നാലും നമുക്ക് അതിനുള്ളൊരു താല്പര്യം കൂടും. പിന്നെ ദൈവത്തിനെ കൂടുതലായിട്ട് അറിയാൻ ഉള്ളൊരു ആകാംക്ഷയും ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് അവിടത്തെ ഈ സെയിം ഏജിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് കൂട്ടുകൂടാനും കളിക്കാനും പാട്ടുപാടാനും അങ്ങനെയൊക്കെ പറ്റിയിരുന്നു? ഒത്തിരി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായോ? അതൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്കൂളിലൊക്കെ ചെന്നപ്പോ അവിടെ ഒരുപാട് കുട്ടികളെ കണ്ടു. പിന്നെ അവരുടെ ഭാഷ ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ മലയാളം പറഞ്ഞ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ഇംഗ്ലീഷൊക്കെ ചെറുതായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതൊക്കെ പറയാനും പറ്റി. അപ്പൊ ഇനിയും അങ്ങോട്ട് പോകണം എന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇനിയിപ്പോ അപ്പയും അമ്മയും ഒക്കെ അങ്ങോട്ട് പോകണം എന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ മോൾക്ക് പോകാൻ ഇഷ്ടമാണോ? അതും ഇഷ്ടം തന്നെയാണ്. അപ്പൊ പിന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിന്നെയും കൂടുതൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോ ദൈവസ്നേഹം ഇത്തിരി കൂടെ നമുക്ക് ചെയ്യാം. ഒപ്പം അവിടെയുള്ള കൂട്ടുകാരെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ടോ? അത് പിന്നെ അവിടുത്തെ കുറച്ച് മൂത്ത ചേച്ചിമാരെ ഇങ്ങോട്ട് വിളിക്കാറുണ്ട് കുറച്ച്. അദീനയും ഇതുപോലെ ഇനിയിപ്പോ അപ്പയും അമ്മയും ഒന്നും വന്നില്ലെങ്കിലും അദീന വലിയ കുട്ടിയായിട്ട് തനിച്ച് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും, അങ്ങനെ ആലോചിക്കാറുണ്ടോ? അങ്ങനെ ആലോചിക്കാറില്ല, എന്നാലും പോണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ ഒരു കുഞ്ഞു മിഷണറി ആയിട്ട് ഇന്ന് അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ അപ്പയുടെ അമ്മയുടെ ഒക്കെ കൂടെ കൈപിടിച്ചിട്ട് അവരുടെ കൂടെ കൊന്ത ചൊല്ലിയിട്ടാണ് നടന്നിരുന്നത്. പക്ഷെ ഇനി വലുതായി വലിയ മിഷണറി ആയിട്ട് അവിടെ ചെല്ലണം, ഈശോയെ കുറിച്ച് ഒരുപാട് ആളുകളോട് പറയണം, എന്നിട്ട് നമ്മുടെ ശാലോം ടി വിയിൽ വന്നിരുന്നിട്ട് ആ പോയതിന്റെ അനുഭവങ്ങളൊക്കെ പറയണം. അങ്ങനെ പറയില്ലേ? ഓക്കെ, അടിപൊളി, നല്ല കുട്ടിയാണ് കേട്ടോ. അപ്പം ഒത്തിരി കുടുംബങ്ങൾ ഇങ്ങനെ മിഷൻ മേഖലകളിലേക്ക് പോകുന്നു, തങ്ങൾക്ക് സാധിക്കുന്ന രീതിയിൽ ഈശോയെ പങ്കുവയ്ക്കുന്നു, ഇതൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഇതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്കും പോകാൻ സാധിക്കുമോ? ഇത്രയും സമയം ഇപ്പോൾ ചിലപ്പോൾ 1 മാസം 2 മാസം ചിലപ്പോൾ 1 വർഷം ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് ഉത്കണ്ഠപ്പെട്ടിരിക്കുന്ന ആളുകൾ, അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കർത്താവിന് വേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകേണ്ടവരാണ്. ശരിക്ക് ഒരു മിഷണറിയാണ്, ഒരു മാമോദിസ നമ്മളിലൂടെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ഇറങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ മുന്നിൽ ഒരു സാമ്പത്തിക ഒരു പ്രശ്നം, ഞങ്ങളൊരു കോവിഡ് സമയത്താണ് ഞങ്ങളുടെ ഒരു മിഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം. കാരണം ഞാൻ എൻ്റെ എനിക്ക് കൂടെ വർക്ക് ചെയ്യുന്ന 5-6 പണിക്കാരെ നിർത്തിയിട്ടാണ് ഞാൻ പോയത്.
ഞാൻ ശരിക്ക് ഒരു മാസത്തിന് മേലെ അവിടെ യാത്ര ചെയ്തു. നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി നമ്മൾക്ക് കർത്താവാണ് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. കാരണം അത് കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് അനവധി വർക്കുകളാണ്. കാരണം ഞാൻ മിഷൻ യാത്ര കഴിഞ്ഞിട്ട് സാമ്പത്തികത്തെക്കുറിച്ച് നമ്മളൊരു ആകുലതപ്പെടരുത്. 2, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി തരുന്ന ഒരു വലിയ യാത്രയാണ്. കാരണം ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മക്കളും ഈശോയെ കൊടുക്കാൻ കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈശോയെക്കുറിച്ച് പറയാൻ പറ്റുന്ന ഒരു വലിയ ഒരു യാത്ര നമുക്ക് ചെയ്യാൻ പറ്റുന്നു. എനിക്ക് തോന്നി രമ്യ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടും. ഒരു 100ഓളം കോഴികളെ വളർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ മിഷന് പോകാനായിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ നമ്മൾ ആ കോഴികളെ മുഴുവൻ വിറ്റു. എന്നിട്ടാണ് ഈ ഒരു മിഷൻ മേഖലയിലേക്ക് പോയത്. അപ്പോൾ ശരിക്കും ഒരു വരുമാന മാർഗം നമ്മളവിടെ ഇല്ലാതാക്കിയിട്ടാണ് മിഷനായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ തിരിച്ചു വന്നതിന് ശേഷം ചേട്ടനെ സംബന്ധിച്ച് ജോലികൾ ഇങ്ങോട്ട് ആൾക്കാർ വിളിച്ച് ജോലി കൊടുക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പം തന്നെ. നമുക്ക് പിന്നെ ആ ഒരു ജോലിയോടായിട്ട് ബന്ധപ്പെട്ട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല. ആളുകൾ ഇങ്ങോട്ട് വിളിച്ച് ജോലി തരാന്ന്. ഈ മഴക്കാലത്ത് തന്നെയും ഇപ്പോൾ മഴയുടെ സമയമാണല്ലോ, ഈ മഴക്കാലത്ത് പോലും ചേട്ടനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർക്കും ഒരു വലിയൊരു ഫ്ലാറ്റിൽ മഴ നനയാതെ ജോലി ചെയ്യാനായിട്ട് ദൈവം ക്രമീകരിച്ചു. ഇന്നും ദൈവം പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയൊരു വഴി നടത്തലാണ് ഞങ്ങൾ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ഒരു സ്ലീഹന്മാരുടെ നാടാണെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെന്തക്കുസ്ത ശരിക്കും അനുഭവിച്ച കേരള കത്തോലിക്കരാണ്. അത് ഇന്ത്യയുടെ മറ്റു സ്റ്റേറ്റുകളിൽ ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പെന്തക്കുസ്ത അനുഭവം കേരളത്തിലെ കുടുംബങ്ങൾ, കേരളത്തിലെ വിശ്വാസ സമൂഹം മാത്രം അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾക്ക് വലിയൊരു ദൗത്യമുണ്ട്. നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ അനേകം കുടുംബങ്ങൾക്ക് ശബ്ദമായി മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത്രയും സമ്പന്നമായ ഒരു സ്ഥലത്താണ്, അതായത് സഭ നമുക്ക് തരുന്ന ഏറ്റവും വലിയ സമ്പത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ, എൻ്റെ കുടുംബം, അതുപോലെ അനേകം കുടുംബങ്ങൾ. അപ്പം നമുക്കൊരു റീച്ച് ഔട്ടിൻ്റെ സമയമായി നമ്മൾ റീച്ച് ഔട്ടിലേക്ക് ചെയ്യേണ്ടവരാണെന്നും നമ്മളുടെ കുടുംബങ്ങൾ ഒരു വിശ്വാസ പ്രഖ്യാപനം മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു ഭാഷകൾക്കപ്പുറത്ത് നമ്മൾ കൊടുക്കേണ്ടവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നമുക്കറിയാം മലയാളികളായിട്ടുള്ള ഒത്തിരി പേര് ഇപ്പം മിഷണറിമാരായിട്ട് പോയിട്ടുള്ളവരുണ്ട്. അതുപോലെ തന്നെ ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിലൂടെയൊക്കെ സഭയുടെ ഒരു വളർച്ചയും സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ വളർച്ചയും സുവിശേഷത്തിന്റെ വ്യാപനവും ഒക്കെ ഒരു ദൈവിക പദ്ധതിയാണ് എന്ന് തന്നെയാണ് എനിക്ക് അതിനോടൊപ്പം വൈദികരുടെയും സപ്പോർട്ട്, വൈദികരും സന്യസ്തരെയും ഒരു സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞങ്ങൾക്ക് ചെയ്ത റോയിച്ചൻ ഞങ്ങളുടെ കൂടെ നടന്ന് സപ്പോർട്ട് ചെയ്തൊരു അച്ഛനാണ്. ഒപ്പം ബോബിച്ചൻ ആ സ്റ്റേറ്റിൽ ആകെയുള്ള ഒരു റിട്രീറ്റ് സെൻ്ററാണ്. ആ റിട്രീറ്റ് സെൻ്ററിൽ അച്ഛൻ ഞങ്ങൾ വിടാനുള്ള ഉദ്ദേശമൊന്നുമില്ല, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് പോയാൽ മതി എന്നാണ്. അപ്പോൾ അത്രയും വൈദികരും സന്യസ്തരുടെയും ഒരു സപ്പോർട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണ്. നമ്മുടെ ഒരു കുടുംബം യാത്ര ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് വളരെ വലുതാണ്. കാരണം അവരവിടെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇനി കുടുംബങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സുവിശേഷം പറയാൻ ഇറങ്ങണം. എന്നാൽ മാത്രമാണ് ഈശോ കണ്ട ഒരു മിഷൻ, ഈശോയുടെ സ്വപ്നമായൊരു മിഷൻ ഇനി നമ്മുടെ ഭാരതത്തിൽ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതിനുവേണ്ടി കുടുംബങ്ങൾ യാത്ര ചെയ്യണം. അതൊരു വലിയൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഒപ്പം അതിലൂടെ ദൈവം തരുന്നൊരു അനുഗ്രഹം നമ്മളും നമ്മുടെ മക്കളും അനുഭവിച്ചറിഞ്ഞ് കടന്നു പോകണമെന്ന് എനിക്ക് തോന്നി. തീർച്ചയായിട്ടും. ശരിക്കും രണ്ടുപേരും നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഒരു പ്രചോദനവും ആത്മവിശ്വാസവും ഒരു നമുക്ക് ചാടി പുറപ്പെടാനുള്ള ഒരു വലിയ എനർജി തന്നെയാണ് കിട്ടുന്നത്. ശരിക്കും അത് നമ്മുടെ പ്രേക്ഷകർക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലെ ഉത്കണ്ഠകൾക്കും നമ്മുടെ പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളും മറ്റ് എന്താ പറയുക പ്രതിസന്ധികളും ഒക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും മിഷൻ മേഖലകളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കില്ല. എല്ലാം വിട്ടെറിഞ്ഞ് ഒരു വരുമാന സാധ്യത ഉണ്ടായിരുന്നത് കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവര് ഈശോയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. പക്ഷേ ആ മിഷൻ ദൗത്യം നിശ്ചിത ദിവസങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു വന്നപ്പോൾ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ദൈവം ഒരുക്കി നൽകുന്ന അനുഭവങ്ങളാണ് ഈ ഒരു കുടുംബം നമ്മുടെ മുന്നിൽ പങ്കുവെക്കുന്നത്. ഇതുപോലെ മിഷൻ മേഖലയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും നൽകുന്ന ഒരു സന്ദേശവും ഒരു മെസ്സേജും ഇത് തന്നെയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് ഇറങ്ങുക, ബാക്കിയെല്ലാം ഈശോ നോക്കിക്കൊള്ളും. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്തിന്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വിളവധികം വേലക്കാരോ വിരളം, വിളവിൻ്റെ നാഥാ വിളവെടുക്കുവാൻ വിളവധികം
വേലക്കാരോ വിരളം. വിളവിൻ്റെ നാഥ വിളവെടുക്കുവാൻ വേലക്കാരായി അയക്കേണമേ. അഭിഷേകത്താൽ ശക്തരാക്കണേ.